ആ അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല. കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാല് വിചാരിക്കണം, പക്ഷെ വിചാരിക്കില്ല. ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി. അവരത് തുറക്കും. പിന്നെ 4 or 5 തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും. വേണ്ട, 4-5 തവണ വേണ്ട, ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കേ. കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കേ. ഞാൻ നാളെ വരാം. ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കണില്ല. ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര. ഞങ്ങള് നാളെ വരാം. വേണ്ട, ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഞാൻ മാംഗ്ലൂർക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട, വരാം. നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ച് ചീട്ട് കളിച്ച് 2 എണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത്, ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ. പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല. ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് വരട്ടെ. പരമേശ്വരൻ പോവാണോ? അതെ, കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം. ഓക്കേ. അയ്യോ, ക്ലീൻ കരോ. എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ല ഭായി. ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ ബോംബെക്ക് വരുമായിരുന്നു. ഈ ലങ്ക ഷെട്ടി എന്ന് പറഞ്ഞ തെണ്ടി. കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽഡ് ആയിട്ടില്ല. ഞാൻ മദ്രാസ്. എനിവേ ഐ ആം കമ്മിങ്. ഓക്കെ ഇൻഷാല്ലാ. ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും. ഇത് എന്റെ ഇറാനി 25 കിലോ ഗോൾഡാ. ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല, എന്നാലും. ഇറാനി അയ്യാർക്കാ ശരി ഒന്ന് പണ്ണ് തിരുപ്പി കൂപ്പിട சொல்லு. ഇങ്ങോട്ട് വരാൻ പറ. ഇറാനി തെരിയുമോ അവർക്ക്? ഇറാനി ഞാൻ ഈ പറഞ്ഞതൊന്നും ഇറാനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനിങ്ങനെ കപ്പന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. എടോ, ഇന്ന് ഇന്ത്യയിൽ നമ്പർ 2 ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത്. അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ. പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണം. रानी कैसे है बेटा? फाइन, हैप्पी, वेरी गुड. പരമേശ്വര അല്ല, ഇത് എന്ത് വേഷം? ആളാകെ മാറിയില്ലോ. എപ്പ എത്തി മദ്രാസില്? പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് വരാമായിരുന്നു. ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ കുഞ്ഞിപ്പാലു, സ്വർണ്ണ കച്ചവടക്കാരൻ കുഞ്ഞിപ്പാലു. ഏത് പരമേശ്വരൻ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണമെന്നൊക്കെ. സോറി ഉസ്താദ്, ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന. സോറി, എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട്. അയാളാണെന്ന് കരുതി പറ്റിയതാ. പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ, നല്ല ആളാ, ഡീസന്റാ. എന്താ പേര് പറഞ്ഞേ? ഉസ്താദ്. ഉസ്താദെ, അയാൾ കുഞ്ഞിപ്പാലു. What bloody കഞ്ഞിപ്പാലു? ഉസ്താദ്. ഉസ്താദ്, നമുക്ക് ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം. യൂസഫ് ബായി അതിനാണ് വന്നത്. എനിക്ക് ഇവനുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവന് കാണുമായിരിക്കും. 2 പയ്യന്മാരെ തൂക്കം കൊടുത്ത് അയച്ചിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം.
അങ്ങനെ ഒരു വിഡിത്തം ഞാൻ ചെയ്തു. പടച്ചോൻ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പൊറുക്കണം ഉസ്താദ്. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു. ഓളിന്ന് സുഖമായിട്ട് കഴിയാ ഉസ്താദ്. അതന്നേ ഞാൻ പറഞ്ഞില്ലേ. കഴിഞ്ഞത് പോട്ടെ, ഇനി പ്രശ്നങ്ങളില്ല. സബ് കുച്ച് സെറ്റിൽഡ്. എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ. എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം? ഞാൻ പറയാം. എന്റെ 25 കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു വെച്ചിരിക്കുക. അതൊന്ന് റിലീസ് ചെയ്തു തരണം. ആര് പിടിച്ചു വെച്ചു? ലങ്കേഷ് ഷെട്ടി. ഉസ്താദ്, ലങ്കേഷ് ഷെട്ടി ആരാന്നറിയോ? നോ. ഇവന്റെ ആളാണ്. ഹലോ, അതൊന്ന് ഡീൽ ചെയ്യൂ സർ. ഷുവർ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഫീസ് ഞാൻ വാങ്ങും, പക്ഷെ ഇതിനില്ല. കാരണം എന്റെ ഉസ്താദ് ഞാനും കോംപ്രമൈസ് ആയ ദിവസമാണിന്ന്. സോ ദിസ് ഇസ് ഫ്രീ സർവീസ്. ഓക്കെ യൂസഫ്, ഞാൻ പോകുന്നു. Okay. ഈ രാത്രി തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ഒരു സത്യം പറഞ്ഞിട്ട് പോവോ? രണ്ടും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? ഇതും അതും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? കോളിയോടന്മാരുടെ ഡോക്യുമെന്റ് അത് വിട്ടുകൊടുത്തു. എന്ത് ചെയ്യാനാടോ, മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ? ആ MLA-മാരൊക്കെ സ്ട്രോങ് സ്റ്റാൻഡിലാ. ഈ മിനിസ്റ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പഞ്ചാര വാക്കാണെന്ന് അവർക്കറിയാം. അതെ, അത് തന്നെ. ടേബിളിൽ ക്യാഷ് ഡൗൺ ഡീൽ, അതേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ നാളെ അവിടെ കാണാം. പിന്നെ ആ വെസ്റ്റേണിൽ ഒരു 2 സൂട്ട് റൂം ബുക്ക് ചെയ്തേക്ക്. ഓക്കെ. മാസത്തിൽ 20 ദിവസം ഞാൻ നാട്ടിലുണ്ട്, എന്നിട്ടും രക്ഷയില്ല. ഞാനിങ്ങ് വന്നിറങ്ങാൻ നോക്കിയിരിക്കുക. ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ചില ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസേ, അതിന്റെ ഓരോരോ ടെൻഷൻസ്. അപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തു. അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്ന പരമേശ്വരന്റെ അഭിപ്രായം. നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എവിടെയാ? പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ശിവപുരം എന്ന് പറയും. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ബിസിനസ് ആണെന്ന് പറഞ്ഞു. എന്താ എക്സാക്ട്ലി? പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കാ. കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കൂടുതൽ. പിന്നെ സത്യമംഗലം സ്റ്റൈൽ ഒരു ഏലത്തോട്ടം ഉണ്ട്. ഏലം എന്ന പേരാ. അതിന്റെ ഇടയെ മുഴുവൻ കച്ചൂരി, കുറുന്തോട്ടി, കറുക, ദർഭ, ഞവരക്കിഴങ്ങ്, പഴമുതിര, ആടലോടകം, നാൽപ്പാമര, ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഹെർബൽ, അതിന്റെ ഒരു ഗാർഡൻ ആണ്. പിന്നെ വേപ്പിലക്കട്ടിയും പിക്കിൾസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉസലംപെട്ടിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ശരി. അപ്പൊ എങ്ങനെയാ മറ്റു കാര്യങ്ങള്? അതൊക്കെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്തോ? എന്താ ഗിരി? എല്ലാം തമ്പിച്ചേട്ടൻ പറഞ്ഞങ്ങ് ഫൈനലൈസ് ചെയ്താൽ മതി. ഡേറ്റ് രണ്ടു കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ ഡേറ്റ് അല്ലല്ലോ പ്രധാനം, വേറെ ചില കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ? മനസ്സിലായില്ല. അതിലിപ്പോ എന്താ അത്ര മനസ്സിലാവാതിരിക്കാൻ? എന്ത് ഡൗറി കൊടുക്കും പയ്യന്, അതങ്ങ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. ഇപ്പോ ബിസിനസ് ഇത്തിരി മോശമാണെന്നേ ഉള്ളൂ. എന്നാലും കോളിയോടെ തറവാട്ടിൽ ഒരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ. ഉവ്വ്, ഭാഗ്യമായിട്ട് എന്നെ കാണുന്നു. പക്ഷെ ഡൗറി എന്ന വാക്കും പണത്തിന്റെ കണക്കും അത് വേണോ? എന്റെ പ്രോപ്പർട്ടീസും ബാങ്ക് ബാലൻസും മുഴുവൻ അവളുടെ പേരിൽ തന്നെയാണ്. അത് മുഴുവൻ അവൾക്കുള്ളതാണ്. അങ്ങനെ വേഗമായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എത്ര സ്വർണം, ക്യാഷ് എത്ര, പിന്നെ കാറോ, അങ്ങനെ എന്താന്ന് വെച്ചാ അങ്ങനെ. ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാളക്കച്ചവടം നടത്തുന്ന പോലെ വേണോ ശേഖര മുതലാളി? അയ്യോ വേണ്ട തമ്പി, പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട. ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു. അതൊന്നും മുന്നിൽ കാണാതല്ലോ. പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ? പരമേശ്വരന് കച്ചവടം അറിയാം, തമ്പിക്ക് അറിയാത്ത പലതും അറിയാം. അത് കള. എന്റെ കച്ചവടത്തിൽ നേരും നിറയും ഉണ്ടാവും. തമ്പി അത് മനസ്സിലാക്കിയാൽ മതി. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത്. അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ. കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാനിടവരില്ല. അക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞാൻ, എന്റെ വാക്കുകളും പ്രവൃത്തിയും. ഓ, അത്ര വലിയ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ഒന്നും പറയണ്ട. ഒളിയും മറയൊക്കെ ഇയാളുടെ കയ്യിലില്ലേ? അത് തമ്പി വ്യക്തമാക്കണം. തമ്പിച്ചേട്ടാ, നീ മിണ്ടാരിടാ. ഇയാളൊരു പുത്തൻ പണക്കാരൻ, വലിയ അന്തസ്സോടെ എന്ന് ഡയലോഗ് അടിക്കണം. പക്ഷെ തമ്പി, ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ 2ാം ഘട്ടാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പ്ലീസ്. 2ാം ഘട്ടോ? അതേ അറിഞ്ഞില്ലല്ലോ. ആണോടാ? നീ എന്തറിയും, തലയ്ക്ക് വെളിവ് വേണ്ടേ? 2ാം ഘട്ടത്ത് പറയുമ്പോ തമ്പി ഒന്നോർക്കണം. വിവാഹം കഴിഞ്ഞു, ശരിയാ. ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ആക്സിഡന്റ് ഉണ്ടായി, പയ്യൻ മരിച്ചു. ആയിരിക്കാം, അല്ലായിരിക്കാം. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക്. അത് വിട്ടുകള. പക്ഷേ ഇയാൾ ഈ നേരും നേറിയ അന്തസ്സിന്റെ വാചം അടിക്കരുത്. പപ്പയുടെ ഏട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം?
നീ ആ പെണ്ണിന്റെ മൊഞ്ച് കണ്ട് മയങ്ങി നിൽക്കല്ലേ? അവളുടെ ജാതകം ആരെക്കൊണ്ടെങ്കിലും പരിശോധിപ്പിച്ച് നോക്കിയാലേ അറിയാം അവൾക്ക് ഭർത്താവ് വാഴില്ല എന്ന് വല്ല യോഗം ഉണ്ടോന്നുള്ള കാര്യം. അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണു? തമ്പി നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളൊന്ന് മിണ്ടായിരിക്കണം. ഒരു 100-ന്റെ നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ല ഈ നാട്ടില്. തമ്പി പോയിട്ടില്ല. ക്ലബിൽ ഒരു ഗെറ്റ് ടുഗദറുമായി അവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞാനും വരുന്നു. എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇനി ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് പാടില്ല. His wretched presence and goddamn intrusions. അരേപ്പോ എന്താ പരമേശ്വരൻ മുതലാളി, ഒരുമാതിരി വെടികൊണ്ട പന്നിയെ പോലെ? പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ, അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. ഇങ്ങനെ